12 മണിക്ക് വിഷയണ്ടാവും ഉറങ്ങി. യുവതി എന്താക്കുന്നത്? എന്ത് കാട്? അങ്ങനെ രാത്രി 12 മണിക്ക് അമ്മയ്ക്ക് വിഷയാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് ദേ ഈ കുറിപ്പ് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാനങ്ങ് കുത്തി എണീപ്പിച്ച് കേക്കൊക്കെ കൊടുത്തു. മുഖവും വീർപ്പിച്ച് പോന്ന കണ്ടില്ലേ. അങ്ങനെ അവൾ പോയി ഡോറിനിങ്ങനെ മുട്ടി. അമ്മയായി ചെറിയൊരു ടൈപ്പ് ഉള്ളതുകൊണ്ട് അമ്മ മുട്ടിയപ്പോൾ തന്നെ വാതിൽ തുറന്നു തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ടാസ്ക് ഉണ്ടായിട്ട. അങ്ങനെ ഡോറും തുറന്ന് ഉള്ളിൽ പോയി. പിന്നെ കുഞ്ഞുവാവയുള്ളതുകൊണ്ട് നമുക്ക് അധികം ഒച്ചയാക്കാനൊന്നും പറ്റിയിട്ട. അമ്മേനെ പതുക്കെ പോയി വിളിച്ചു. അമ്മ എന്തായാലും സർപ്രൈസായി. പിന്നെ അരുണാട്ടനുണ്ടായപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ 3 പേരും കൂടി പ്ലാൻ ചെയ്തതാണ്. ഞാനും യുവട്ടിയും അരുണാട്ടനും കൂടി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിച്ചു. ചെറിയ ഉറക്കച്ചടവൊക്കെ ഉണ്ടെങ്കിലും അവള് ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. ഞങ്ങൾക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ ഗായ്സ്? പിന്നെ ഞങ്ങൾ 2 ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആക്കാൻ വേണ്ടി. ലാസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു കാർഡും കൂടി കൊടുത്തു. കാർഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കി പറ. അടിപൊളിയായിട്ടേ, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാർഡാ. ഏച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഞങ്ങൾ 2 ഗിഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി അവൾ അൺബോക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് പല്ലും തേച്ചിട്ട് പോയി കിടന്നുറങ്ങി. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞ് എല്ലാവർക്കും ഇന്നത്തെ ബർത്ത്ഡേ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. പിന്നെ രാവിലെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു ക്ഷേത്ര ദർശനം തന്നെ നടത്തി.